നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നടീനടന്മാർ വളരെ നേരത്തെ തന്നെ നമ്മെയും സിനിമാ ലോകത്തെയും വിട്ട് മൺമറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലർ 50 വയസ്സ് പോലും തികയാതെ പോയവരാണ്. അത്തരത്തിലുള്ള നടന്മാരെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് 50 വയസ്സ് പോലും തികയാതെ നമ്മെ വിട്ടുപിരിഞ്ഞ കുറച്ച് നടിമാരെ പറ്റിയാണ്. കോമഡി ഷോകളിലൂടെയാണ് സുബിയെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതം. 1993 സിനിമാല എന്ന TV പരിപാടിയിലൂടെ ആങ്കറായി അരങ്ങേറ്റം കുറിച്ച സുബി 2001 അപരന്മാർ നഗരത്തിൽ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ ലോകത്തേക്ക് കാൽവെക്കുന്നത്. ആളുകൾ പിച്ച് ചിന്തി കൊന്നിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് കേൾക്കാൻ വന്നാൽ അത് ഞാനാണെന്ന് ഓർത്താ മതി. പിന്നീട് എൽസമ്മ എന്ന ആൺകുട്ടി, പഞ്ചവർണ്ണ തത്ത, ഹാപ്പി ഹസ്ബൻഡ്സ് എന്നീ ചിത്രങ്ങളിലും കുട്ടിപ്പട്ടാളം എന്ന TV പ്രോഗ്രാമിലും കുസൃതി കുരുന്നുകൾക്കൊപ്പം തിളങ്ങി സുബി. അതെ, ആ പ്ലേ സ്കൂളിലുള്ള ഋതികേനാണോ ഇഷ്ടം, ഈ കൊച്ചിനാണോ ഇഷ്ടം? മിമിക്രി ലോകത്ത് തിളങ്ങിയ ആദ്യത്തെ താരം തന്നെയായിരുന്നു സുബി. പക്ഷേ ലിവർ സംബന്ധപ്പെട്ട അസുഖം കാരണം 41 വയസ്സിൽ സുബി നമ്മളെ വിട്ടുപിരിഞ്ഞു. വിജയലക്ഷ്മി വടലാപതി, അത് ആരാന്നാവും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. വേറെ ആരുമല്ല, 80s കിഡ്സിന്റെയും 90s കിഡ്സിന്റെയും എല്ലാം ഹരമായി മാറിയ സാക്ഷാൽ സിൽക്ക് സ്മിത തന്നെ. 1979, 80 കാലഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടവർ, പുഷ്യരാഗം എന്നീ ചിത്രങ്ങളിലൂടെയാണ് വിജയലക്ഷ്മി സിനിമാ ലോകത്തേക്ക് കാൽവെക്കുന്നത്. പിന്നീട് 1980-ലെ തന്നെ വണ്ടിച്ചക്രം എന്ന ചിത്രത്തിലൂടെയാണ് വിജയലക്ഷ്മി സിൽക്ക് ആകുന്നത്. സിൽക്ക് സ്മിത 1996-ൽ ഒരു കന്നഡ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് തന്റെ കൂട്ടുകാരിയായ അനുരാധ എന്ന വേറൊരു നടിയെ വിളിക്കുകയും എന്തോ ഒരു ഗുരുതര പ്രശ്നം തന്നെ അലട്ടുന്നുണ്ടെന്നും പറയുകയുണ്ടായി. இப்போ ஃபோன் பண்ணலாம் எனக்கு என்ன பண்ணிட்டு இருக்கேன், ஒரு 7:30 8 இருக்கும், 8:30 இருக்கும். അടുത്ത ദിവസം അവർ തന്റെ 35-ാം വയസ്സിൽ ആത്മഹത്യയും ചെയ്തു. സൂയിസൈഡ് നോട്ട് കിട്ടിയെങ്കിലും സ്മിതയുടെ മരണം ഇന്നും ഒരു നിഗൂഢതയായി തന്നെ നിൽക്കുന്നു. സത്യൻ അന്തിക്കാട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു തെലുങ്ക് നടിയായിരുന്നു സൗന്ദര്യ. പിന്നീട് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന പ്രിയദർശൻ ചിത്രത്തിൽ വേഷമിട്ട സൗന്ദര്യ വളരെ പ്രശസ്തി ആർജിച്ച ചിത്രങ്ങളായ അരുണാചലം, പടയപ്പ, സൂര്യവംശം എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. 2004-ൽ തന്റെ 27-ാം വയസ്സിൽ ഒരു പ്ലെയിൻ ക്രാഷ് മൂലമാണ് സിനിമാ ലോകത്തു നിന്നും ഒരുപാട് വേഷങ്ങൾ ബാക്കിയാക്കി സൗന്ദര്യ അരങ്ങൊഴിഞ്ഞത്. ശോഭയെ പോലെ തന്നെ ഒരു ബാലനടിയായിരുന്നു ശ്യാമയുടെയും തുടക്കം. 1981-ൽ സഞ്ചാരി എന്ന ചിത്രത്തിൽ തുടങ്ങി പാദമുദ്ര, കുട്ടേട്ടൻ, കേളി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാനും ശ്യാമയ്ക്ക് സാധിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള പ്രേക്ഷകരിലെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ശ്യാമ കല്യാണം കഴിഞ്ഞ് ജയ്പൂരിലേക്ക് മാറി. പിന്നീട് അറിയുന്നത് തന്റെ 32-ാം വയസ്സിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ യക്ഷി ഒരു പക്ഷേ മയൂരി തന്നെ ആയിരിക്കണം. കുംഭകോണം ഗോപാലു എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് വന്നു. തുടർന്ന് സമ്മർ ഇൻ ബദലഹേം, പ്രേം പൂജാരി, അരയന്നങ്ങളുടെ വീട് എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെയും ഭാഗമാകാൻ മയൂരിക്ക് സാധിച്ചു. ഒരു സ്ലേറ്റിൽ എഴുതിയതുപോലെ എന്തും വായിക്കാം, പുതിയത് എഴുതാം. ഞങ്ങളെ ബുദ്ധിയില്ലാത്തവര് അത് പഠിച്ചില്ല. ഒരു ഹീറോയിൻ എന്ന പട്ടം ബാക്കി വെച്ച് തന്റെ 22-ാം വയസ്സിൽ മയൂരി ഈ ലോകത്തു നിന്നും വിടവാങ്ങി. 2004-ൽ വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലൂടെ വിനയൻ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഒരു കുട്ടി നടിയായിരുന്നു തരുണി. ഒരൊറ്റ സിനിമയിലൂടെ തന്നെ മലയാള മനസ്സിൽ ഇടം പിടിച്ച തരുണി സത്യം എന്ന ചിത്രത്തിലും തുടർന്ന് പാ എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിലും അവസാനമായി വെട്രി സെലവൻ എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിച്ചു. പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് ഹൃദയത്തിൽ ഒരു വലിയ മുറിവ് സമ്മാനിച്ച് ആ സുന്ദരിക്കുട്ടി തന്റെ 14-ാം വയസ്സിൽ ഒരു പ്ലെയിൻ ക്രാഷ് മൂലം വിടവാങ്ങി. 70കളിൽ മലയാള സിനിമയുടെ ശ്രദ്ധ ഒന്നടങ്കം തന്നിലേക്ക് ആവാഹിച്ച നടിയായിരുന്നു വിജയശ്രീ. വിജയശ്രീയുടെ സിനിമ അരങ്ങേറ്റം 1966-ലെ ചിത്തി എന്ന തമിഴ് ചിത്രത്തിലൂടെ ആയിരുന്നു. മലയാളത്തിലെ മാർലിൻ മൺറോ എന്നറിയപ്പെട്ട വിജയശ്രീ പിന്നീട് ഒട്ടനവധി മലയാള സിനിമയുടെയും ഭാഗമാകുകയുണ്ടായി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയായിരുന്നു വിജയശ്രീ എന്ന് നിത്യഹരിത നായകനായ പ്രേം നസീർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 65ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച വിജയശ്രീ തന്റെ 21 വയസ്സിൽ സിനിമാ ലോകത്തു നിന്നും വിടവാങ്ങി. അതൊരു സൂയിസൈഡ് ആണെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ അതൊരു കൊലപാതകമാണെന്നും പറയപ്പെട്ടിരുന്നു. പട്ടുവിൻ തുറക്കപ്പെടും എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന ഒരു നടിയായിരുന്നു മഹാലക്ഷ്മി എന്ന ശോഭ. മലയാള സിനിമയിലേക്ക് ശോഭ തന്റെ സാന്നിധ്യം അറിയിക്കുന്നത് ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലൂടെയാണ്. ബിന്ദുമോൾക്ക് എന്താ വേണ്ടത്?
പ്രശസ്ത സംവിധായകൻ ബാലു മഹേന്ദ്രയുടെ ഭാര്യ കൂടിയായ ശോഭ 17-ാം വയസ്സിൽ തന്റെ ജീവനൊടുക്കുകയായിരുന്നു. ശോഭയുടെ മരണം ആസ്പദമാക്കി മലയാളത്തിന്റെ പ്രശസ്ത സംവിധായകൻ KG ജോർജ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്നൊരു ചിത്രം എടുക്കുകയുണ്ടായി. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണിത്. 1986 നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെ ഡയറക്ടർ ഹരിഹരൻ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഒരു നടിയായിരുന്നു മോനിഷ. തുടർന്ന് അവർ അതേ ചിത്രത്തിന് മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡും കരസ്ഥമാക്കി. ഞാനാണല്ലോ, ഞാൻ പോയിക്കോളാം, ഞാൻ കാരണം ഭാഗ്യം നഷ്ടപ്പെടുന്ന. തുടർന്ന് ആര്യൻ, പെരുന്തച്ചൻ, കമലദളം എന്നീ സൂപ്പർ ഹിറ്റുകളിലും ചില തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും ഭാഗമാകുവാൻ മോനിഷയ്ക്ക് സാധിച്ചു. అవును, ఈ కాంత ఏకాంతంగా నీతో బ్రతకాలని కోరుకుంటోంది. 1992 ഒരു ഡിസംബർ 5-ന് മോനിഷ സഞ്ചരിച്ചിരുന്ന കാർ KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചാണ് മോനിഷ സിനിമാ ലോകത്തു നിന്നും വിടവാങ്ങിയത്. അന്ന് മോനിഷയ്ക്ക് പ്രായം വെറും 21 വയസ്സ് മാത്രം. രേഖ മോഹനെ കൂടുതലും അറിയാൻ സാധ്യത മിനി സ്ക്രീൻ പ്രേക്ഷകർക്കാണ്. 3 ജന്മം എന്ന സീരിയലിലെ മായമ്മയെ നമ്മളിൽ ചിലർക്കെങ്കിലും ഓർമ്മ കാണാതിരിക്കില്ല. പിന്നീട് രേഖയെ മാറ്റി ചിപ്പിയാണ് ആ ഒരു കഥാപാത്രം ചെയ്തത്. എന്നിട്ടും മായമ്മയായ രേഖയെ കാണണമെങ്കിൽ അവർ ഒരു നല്ല നടിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. സീരിയൽ കൂടാതെ ഉദ്യാനപാലകൻ, ഒരു യാത്രാമൊഴി എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് രേഖ. ഗോവിന്ദോട്ടോട് ഇത് പറയാനൊന്നും നിൽക്കണ്ട, അറിഞ്ഞാൽ അത് മതി. 2016 ശോഭ സിറ്റിയിലെ തന്റെ റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ രേഖയ്ക്ക് അന്ന് 45 വയസ്സായിരുന്നു. മേൽ പറഞ്ഞിട്ടുള്ള നടിമാരെ പോലെ തന്നെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു നടിയായിരുന്നു റാണി ചന്ദ്ര. ഒരു നടി എന്നതിലുപരി അവരൊരു മിസ് കേരള കൂടിയായിരുന്നു. പാവപ്പെട്ടവൾ എന്ന ചിത്രത്തിലൂടെയാണ് റാണി ചന്ദ്ര മലയാള പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത്. തുടർന്ന് ഉത്സവം, നെല്ല്, സ്വപ്നാടനം എന്നീ പ്രശസ്ത സിനിമകളിലും അഭിനയിച്ചു. സ്വപ്നാടനം എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് വരെ കരസ്ഥമാക്കിയ നടി. ഞാൻ വരുന്നില്ല, എനിക്കിപ്പോ സിനിമ കാണണ്ട. തന്റെ 27-ാം വയസ്സിൽ ഒരു പ്ലെയിൻ ക്രാഷിലൂടെ സിനിമാ ലോകത്തു നിന്നും വിടവാങ്ങുകയും ചെയ്തു. ഈ മേൽ പറഞ്ഞ നടിമാരൊക്കെ മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടങ്ങൾ തന്നെയാണ്. ഇവയിൽ സിൽക്ക് സ്മിത, ശോഭ, വിജയശ്രീ തുടങ്ങിയവരുടെ ആത്മഹത്യ ഇന്നും ഒരു നിഗൂഢതയായി തന്നെ തുടരുന്നു. ഇവർക്കെല്ലാം നിത്യശാന്തി നേർന്നുകൊണ്ട് സിനിമാക്സ് മലയാളം ഇവിടെ നിർത്തുന്നു. വീണ്ടും പുതിയ വീഡിയോസുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.